നമസ്കാരം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അസാധാരണമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിലാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഖമനേയി അധികാരത്തിലാവുന്നത്. ഈ മാസം ആദ്യം അമേരിക്ക ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഈ മൊജ്തബ ഖമനേയിയുടെ പിതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാൻ ഒരു പരമോന്നത നേതാവില്ല, പകരം ഒരു കൗൺസിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇറാന്റെ ശക്തമായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് മൊജ്തബ ഖമനേയിയെ അടുത്ത സുപ്രീം ലീഡറായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത്. അലി ഖമനേയിയുടെ വധത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട വളരെയധികം പ്രാദേശികമായ പ്രതിസന്ധികളുണ്ട്, ആന്തരികമായ പ്രതിസന്ധികളുണ്ട്. എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. GCC രാഷ്ട്രങ്ങൾക്ക് മേൽ ഇറാൻ ഇപ്പോഴും ആക്രമണങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വിട്ടുകൊണ്ട് ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും അർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് മൊജ്തബ ഖമനേയി അധികാരത്തിലേക്ക് വരുന്നത്. കനത്ത സൈനിക സമ്മർദ്ദവും ആഭ്യന്തര അനിശ്ചിതത്വവും നേരിടുന്ന സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെയും മതപരമായ ശ്രേണിയുടെയും തലപ്പത്ത് തുടർച്ച ഉറപ്പാക്കാനുള്ള ശ്രമമായാണ് അസംബ്ലിയുടെ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ഔദ്യോഗിക പദവികളൊന്നും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നില്ല മൊജ്തബ ഖമനേയി. പക്ഷേ ദീർഘകാലമായി പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന വ്യക്തി തന്നെയാണ് മൊജ്തബ ഖമനേയി. അലിറേസ റാഫി, മൊഹസൈൻ അറാക്കി, ഹസൻ ഖുമൈനി തുടങ്ങിയ പ്രമുഖരെയൊക്കെ മറികടന്നാണ് ഈ സ്ഥാനത്തേക്ക് മൊജ്തബ എത്തുന്നത്. 1969 സെപ്റ്റംബർ 8 ഇറാനിലെ വിശുദ്ധ നഗരമായ മജാദിലാണ് ഈ മൊജ്തബ ജനിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെ ഇറാൻ ഭരിച്ച അലി ഖമനേയിയുടെ 6 മക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. പരസ്യമായി പൊതുരംഗത്തൊന്നുമൊക്കെ എത്താത്ത, വളരെ അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെടുന്ന മൊജ്തബ രാഷ്ട്രീയ മതവൃത്തങ്ങൾക്കുള്ളിൽ തന്റെ സ്വാധീനം പടിപടിയായി വളർത്തിയെടുത്തു. 56-ാം വയസ്സിൽ ഒരു രാഷ്ട്രത്തിന്റെ സുപ്രീം ലീഡറായി, അത് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ചുമതലയേൽക്കുമ്പോൾ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ പരമോന്നത നേതാവായി കൂടിയാണ് മൊജ്തബ മാറുന്നത്. മതപഠന കേന്ദ്രമായ ഖോമിൽ നിന്നാണ് മൊജ്തബ ഇസ്ലാമിക ദൈവശാസ്ത്രം പഠിക്കുന്നത്. പിന്നീട് അവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഹുജ്ജത്ത് അൽ ഇസ്ലാം എന്ന പദവി കൈവരിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട സയ്യിദ് എന്ന കുടുംബ പശ്ചാത്തലം ഇറാനിലെ മതനേതൃത്വത്തിനിടയിൽ അദ്ദേഹത്തിന് വലിയ അംഗീകാരം നൽകി. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി മൊജ്തബയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഒരു പോരാട്ട യൂണിറ്റിൽ ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പദവികളില്ലാതെ തന്നെ രാജ്യത്തെ രാഷ്ട്രീയ അധികാര ഘടനയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഈ ബന്ധങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു. മാത്രമല്ല, പിതാവ് ആണല്ലോ സുപ്രീം ലീഡർ. 2019 അമേരിക്ക മൊജ്തബ ഖമനേയിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പിതാവിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതായും സുരക്ഷാ സേനയെ ഉപയോഗിച്ച് സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതായും ആരോപിച്ചായിരുന്നു ഇത്. 2009 വിവാദപരമായ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിലും അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എണ്ണവരുമാനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലൂടെ വലിയ സ്വത്ത് സമ്പാദിച്ചതായും ലോകത്തെമ്പാടുമായി പ്രമുഖമായിട്ടുള്ള വളരെയധികം ആഡംബര സൗധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും റിയൽ എസ്റ്റേറ്റിൽ ബിനാമി ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളുമൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1979 രാജഭരണം അവസാനിപ്പിച്ച ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാൻ നേതൃത്വത്തിൽ നടക്കുന്ന അപൂർവമായ ഒരു വംശീയ പിൻഗാമിയാകൽ, ഒരു ഹെറിഡിറ്ററി ട്രാൻസിഷൻ കൂടിയാണിത്. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കാറില്ല. യുദ്ധവും രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണസ്ഥിരതയ്ക്കാണ് അസംബ്ലി മുൻഗണന നൽകിയത്. മൊജ്തബ അധികാരമേറ്റതിന് പിന്നാലെ പ്രാദേശിക സംഘർഷം അവസാനിപ്പിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളോട് ആലോചിക്കാതെ ഏതെങ്കിലും ഒരാളെ സുപ്രീം ലീഡർ ആക്കിയാൽ ആക്രമിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഗൺ പോയിന്റിൽ തന്നെയാണ് മൊജ്തബയുള്ളത്. മൊജ്തബയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പദവികളൊന്നും അലങ്കരിച്ചിട്ടില്ല എങ്കിലും അതിതീവ്ര സ്വഭാവമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെപ്പണൈസ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് മൊജ്തബ. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരമാറ്റം ആവശ്യമുണ്ടെന്നും വിചാരിക്കുന്ന ഭൂരിപക്ഷ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് മൊജ്തബയുടെ അധികാര കൈമാറ്റം. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇനിയും ഇസ്രായേൽ കടുത്ത ആക്രമണങ്ങൾ കടുപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.